അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വറഹ്മനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. اللهم وما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأحسن الوجوه كلها وأصوبها وأصواها فإنك على ما تشاء قدير وبالإجابة جدير. نعم المولى ونعم النصير. اللهم وما قدرت لنا من شر وتحذرنا منه فاصرفه عنا يا حي يا قيوم. لا إله إلا أنت سبحانك إني كنت من الظالمين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم يا رب العالمين ويا أرحم الراحمين. അപ്പൊ അൽഹംദുലില്ലാഹി കഴിഞ്ഞ സബക്കിൽ നമ്മൾ ചർച്ച ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് കുഫ്ർ എന്നതൊഴിച്ച് ബാക്കിയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അപ്പോൾ ശിർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആലയോട് ദ്വാരക്കാൻ വേണ്ടി പറ്റൂല. കാരണം അവൻ ശിർക്ക് പുറത്തു കൊടുക്കൂല എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ ശിർക്ക് ചെയ്തിട്ട് ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ ആ ശിർക്കും കുഫറും പുറത്തു കൊടുക്കണം എന്ന് അല്ലാഹു തആലയോട് ദ്വാരക്കാൻ വേണ്ടി പറ്റൂല. കാരണം അത് അല്ലാഹു തആല നേരത്തെ തന്നെ പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. വയഗ്ഫിറു മാ ദൂന ദാലിക, ശിർക്കല്ലാത്തതെല്ലാം അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കാം. ശിർക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കാം. മസലൻ ഒരു കാഫിർ കള്ളു കുടിച്ചു, അത് അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കാം. ഒരു കാഫിർ നിസ്കരിച്ചിട്ടില്ല, അത് അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കാം. നോമ്പ് നോറ്റിട്ടില്ല, അത് പുറത്തു കൊടുക്കാം. അതൊക്കെ അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കാം. ഏത് അല്ലാഹു തആല പുറത്തു കൊടുക്കൂല? ശിർക്ക് കുഫ്ർ പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക, അല്ലാത്തത് അവൻ പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ പുറത്തു കൊടുക്കാത്ത ഒരു കാര്യം പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ദ്വാരക്കൽ ഹറാമാണ്. കാരണം അവൻ ചെയ്യൂല എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ. അല്ലാഹു തആല പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് പുറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാരക്കരുത്. കാരണം അത് അവന്റെ ഹക്കിൽ കൈയിടലാണ്. അവന്റെ ദാത്തിലും അവന്റെ സിഫാത്തിലും അവന്റെ അഫ്ആലിലും അത് കൈയിട്ടിട്ട് അത് മറ്റുള്ളവർക്ക് ബാധിച്ചു കൊടുത്ത ഒരുത്തനാണ്. അവന് വേണ്ടി പൊറുക്കലിനെ തേടലി അതൊരു മൂമിന് യോജിച്ചതല്ലോ. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്ന ചില ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ജീവിക്കുന്ന ചില ആളുകൾ കാഫിറിനെ പുറത്തു കൊടുത്തിട്ട് കാഫിർ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുന്നവരുമുണ്ട്. അല്ലാഹു തആലനെ നിഷേധിക്കുന്ന ഒരാൾ സ്വർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് ശിർക്ക് കുഫർ പുറത്തു കൊടുക്കാൻ വേണ്ടിട്ട് ദ്വാരക്ക എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ പൊങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നത്. ഇമാം കല്യൂബി തങ്ങളെ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിച്ചോ? കുഫർ ശിർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിട്ട് ദ്വാരക്കാൻ വേണ്ടി പറ്റൂല. ബാക്കിയുള്ളതിന്റെ അവസ്ഥ എന്താണ്? ആലോചിച്ച് നോക്കി, കല്യൂബി നോക്കി. വയജൂദു ബി മഗ്ഫിറത്തി മാ അദാഹു, വയജൂദു ബി മഗ്ഫിറത്തി മാ അദാഹു. ശിർക്ക് കുഫർ അല്ലാത്ത മറ്റു കുറ്റങ്ങള് അതിന്റെ മഗ്ഫിറത്തിന് വേണ്ടിട്ട് ദ്വാരക്കാം. അത് അല്ലാഹു തആലക്ക് പറ്റും. ശിർക്ക് മാത്രം പുറത്തു കൊടുക്കൂല. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? പുറത്തു കൊടുക്കാം. അവിടെ തന്നെ ഖിലാഫൽ നബവി ഇമാം നബവി തങ്ങൾ അവൻ പറ്റൂല എന്നുള്ള വാദക്കാരനാണ്. അള്ളാഹിനെ അംഗീകരിക്കാത്ത ഒരുത്തന് വേണ്ടിയിട്ട് എങ്ങനെ ദ്വാരക്കുന്നു? അല്ലാഹു തആലന്റെ ദാത്തിൽ വേറെ ദാത്തിനെ കൂട്ടുക, അല്ലാഹു തആലന്റെ സിഫാത്തിലും മറ്റൊരാളെ കൂട്ടുക. അണ്ട് അല്ലാഹു തആലക്ക് പുറമെ അല്ലാഹു തആലന്റെ നദീറുണ്ട്, അല്ലാഹു തആലന്റെ മിസ്ലുണ്ട്,
അള്ളാഹുത്താലന്റെ ഷബീഹുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുത്താലനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കരുത്. അതാണ് ഇമാം നവവി തങ്ങളുടെ മദ്ഹബ്. നമ്മൾ കല്യൂബി തങ്ങൾ പറയുന്നത് പറയാലോ, അവർ പറയാൻ അർഹതയുള്ള ആളുകളാണ്. അപ്പൊ ഇമാം കല്യൂബി തങ്ങൾ പറയുന്നത് ശിർക്ക് ഒഴിച്ച് ബാക്കിയുള്ളത് അള്ളാഹുത്താല പുറത്തു കൊടുക്കും. വേണമെങ്കിൽ ആണെന്ന് ഉറപ്പിച്ച് പറയില്ലേ, അത് മൂമിനിന്റെ തെറ്റ് തന്നെ പുറത്തു കൊടുക്കുവോ? മന്നറാദമിന്നിബാധിക്കുന്ന ആടെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. മുഅ്മിനീങ്ങൾക്ക് തന്നെ അവർ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും, അഫ്വ് ചെയ്യും, മഗ്ഫിറത്ത് കൊടുക്കും എന്ന് വാദം നമുക്കില്ല. മുഅ്മിനീങ്ങളുടെ അവസ്ഥയാണത്. മുഅ്മിനീങ്ങൾ അല്ലാത്തവരുടെ അവസ്ഥയോ അത് അവന്റെ മശീഅത്തിൽ കിടക്കുന്നതാണ്. അത് ശിർക്കല്ലാത്ത ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? എനിക്ക് പുറത്തു കൊടുക്കാം. അത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ദ്വാരക്കുകയും ചെയ്യാം കേട്ടോ. അവിടെ ഔമിക്കണം. ഇമാം കല്യൂബി തങ്ങളുടെ മദ്ഹബല്ല ഇമാം നവവി തങ്ങൾക്ക്. അവിടെ ഇമാം നവവി തങ്ങൾ പറഞ്ഞു ഒന്നിനും ദ്വാരക്കാൻ പറ്റില്ല എന്നാണ്. എന്റെ കാക്കി റഹ്മത്തി വബിസിഹത്തിൽ ബദനി വകസ്റത്തിൽ മാലി വൽ വലദി വബിൽ ഹിദായത്തി. കണ്ട, കാഫറിന് റഹ്മത്ത് ഉണ്ടാകാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരക്ക. ഒരു കാഫറിന് അള്ളാഹു താലാനോട് നമുക്ക് ദ്വാരക്ക. ഒരു കാഫറിന്റെ പേര് പറഞ്ഞിട്ട് ഓനിക്ക് നീ റഹ്മത്ത് ചെയ്, ദ്വാരക്ക. പിന്നെ ഓന്റെ തടിക്ക് നീ നല്ല ആഫിയത്ത് കൊടുക്ക്. ബിസിഹത്തിൽ ബദനി. ഒരു കാഫർ സുഖമില്ലാണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോയിട്ട് അള്ളാഹിനോട് ദ്വാരക്ക. അള്ളാഹുവേ, ഇയാളുടെ സൊക്കേട് നീ ഒന്ന് മാറ്റിക്കൊടുക്ക്, ഇയാൾക്ക് നീ ആഫിയത്ത് കൊടുക്ക്. കാഫറിന് വേണ്ടി അങ്ങനെ ദ്വാരക്ക. കസ്റത്തിൽ മാലി. നല്ല സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്ക ഒരു കാഫറിന് വേണ്ടി. വൽ വലത് മക്കളുണ്ടാകാൻ വേണ്ടിട്ട് ദ്വാരക്ക. ഒരു കാഫർ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് നമ്മൾ കുറെ കാലമായി കല്യാണം കഴിച്ചിട്ട് നമ്മക്ക് മക്കളില്ല. അള്ളാഹിനോട് നമ്മൾ പറയാ, റബ്ബുൽ ആലമീനായ റഹ്മാനെ, ഈ മനുഷ്യർക്ക് നീ മക്കളെ കൊടുക്ക് എന്ന് പറയാ. അത് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഒബിൽ ഹിദായത്തി. അള്ളാഹുവേ, ഇവനിക്ക് നീ ഹിദായത്ത് കൊടുക്ക്. ഒരു കാഫറിന്റെ പേര് പറഞ്ഞിട്ട് ഒരു കാഫറിന് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദ്വാരക്ക. അപ്പോ കുഫരിയത്തും ശിർക്കുമല്ലാത്ത തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് കാഫറിന് വേണ്ടി ദ്വാരക്ക. അതുപോലെ എനിക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്ക, ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്ക, മുതൽ അധികരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്ക, മക്കളുണ്ടാകാൻ വേണ്ടി ദ്വാരക്ക, ഹിദായത്തിന് വേണ്ടി ദ്വാരക്ക. ഇതിനെല്ലാം വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തിന് ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറ്റൂല? കുഫരിയത്തും ശിർക്കും പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, ദ്വാരക്കാൻ വേണ്ടി പറ്റൂല. കാരണം അത് അള്ളാഹു താല പുറത്തു കൊടുക്കൂല. ആ മഗ്ഫിറത്ത് അള്ളാഹു താല അവർക്ക് കൊടുക്കൂല. മറിച്ച് അവന്റെ പക്കൽ നിന്നുണ്ടായ ബാക്കിയുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു താലക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാരക്കുകയും ചെയ്യാം. മുഅ്മിനീങ്ങൾക്ക് ദ്വാരക്കുന്നത് പോലെ. അതുപോലെ നല്ല സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, രോഗം സുഖപ്പെട്ടിട്ട് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒക്കെ ദ്വാരക്കാം. മക്കൾ ഓർമ്മിച്ചിരിക്കണം. നിങ്ങൾ റഹ്മാനിയായി എന്റെ അടിയൊരു പ്രസംഗത്തിന് വേണ്ടി പോയി നിങ്ങൾ വയലു പറയാണ്, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ഒരു കൂട്ടുകാരൻ, ഒരു കാഫറായ കൂട്ടുകാരൻ വന്നിട്ട് നിങ്ങളെ കയ്യിൽ പൈസ തന്നിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണോ? അവിടെ സ്തംഭിച്ചു നിൽക്കണ്ട, പ്രാർത്ഥിക്ക. അള്ളാഹു താലയോട് പറയാ, റഹ്മാനിയ അറബി കോളേജിന് വേണ്ടി ഈ മനുഷ്യൻ ഇത്ര പൈസ തന്നിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബേ, റഹ്മാനായ റബ്ബേ, അയാൾക്ക് നീ മുതൽ അധികരിപ്പിച്ചു കൊടുക്ക്, ദ്വാരക്ക. അല്ലെങ്കിൽ ചിലപ്പം വന്നിട്ട് പറയും, എന്റെ ഒരു മകൾക്ക് സുഖയില്ല, ഉമ്മാക്ക് സുഖയില്ല, അമ്മക്ക് സുഖയില്ല, അച്ഛന് സുഖയില്ല, ആ സുഖടൊന്ന് സുഖപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭാവന നമ്മളെ കൈമ കൊടുത്തത്. സംഭാവന തരാതിരിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു മടിയും വേണ്ട. എന്തുകൊണ്ട്? കുഫറും ശിർക്കുമല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു കൊടുക്കും. അതിനുവേണ്ടി ദ്വാരക്ക എന്ന് ഫിഖ്ഹിൽ ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
എതിർക്കുന്ന ഒരാൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഉടനെ കല്യൂബി എടുത്തിട്ട് ഇബാറത്ത് വായിച്ചു കൊടുക്കണം, പറ്റുമെന്ന്. അതേസമയം ഇമാം നബവി തങ്ങൾ പറഞ്ഞത് അതൊന്നും പറ്റൂല എന്നാണ്. അത് വേറെ കാര്യം. ഇമാം കല്യൂബി തങ്ങളുടെ മദ്ഹബ് അതാണ്. ഇനിയും നോക്ക്, കാഫിർ ദ്വാരന്ന ആമീൻ പറയാ. മക്കളെ മസ്അല മനസ്സിലാക്കണേ. ഒരു കാഫിർ നമുക്ക് വേണ്ടി ദ്വാരന്ന്, അല്ലെങ്കിൽ കാഫിറിന് വേണ്ടി ദ്വാരന്ന്, കുഫ്രിയത്ത് പുറത്തു കൊടുക്കാനല്ലാത്ത മറ്റൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ അവിടെ ഉണ്ട്. നമ്മുടെ ഭാഷയിൽ ആമീൻ ചെല്ലാം. ഒരു കാഫിർ ദ്വാരന്നാൽ കാഫിറിന്റെ ദ്വായന് ആമീൻ പറയാം. ഒരു മസ്അലയാണ്, ഫിഖ്ഹ് മസ്അലയാണ്. അത് എവിടെയുണ്ട്? കല്യൂബിയിലുണ്ട്. നമുക്ക് ഇത്തിബാ ചെയ്യാലോ. ഒരു കാഫിർ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ദ്വാരുന്നു, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെ ആയിരിക്കും വേണ്ടിട്ട് നമ്മളവിടെ ഉണ്ട്, കേട്ട് ആമീൻ പറയുന്നതിന് യാതൊരു വിരോധവും വേണ്ട. കാഫിർ ദ്വാരത്തെ എങ്ങനെ ആമീൻ പറഞ്ഞ് ചിലര് ചോദിക്കാൻ നോക്കൂ. ഉടനെ പറഞ്ഞു കൊടുക്കുക. കല്യൂബിയിൽ ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാഫിർ ദ്വാരെന്നാൽ ആമീൻ പറയാം. എന്നെ എന്റെ അപ്പുറം നോക്കിയേ. തലബുദ്വായി മിൻഹു, കാഫറിനോട് ദ്വാരക്കാനും പറയാം. ഒരു കാഫറിനോട് നമുക്ക് എന്ത് ചെയ്യാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം. അത് ജായിസാണ്. കാഫറിനെ കുഫ്രിയത്തും ശിർക്കുമല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഫ്രിയത്തും ശിർക്കും പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരക്കൽ ഹറാമാണ്. മറ്റു അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കൽ ജായിസാണ്. ഒരു മസ്അല. അവിടെ ഇമാം നബവി തങ്ങൾ അതിനെതിരാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അതേസമയം അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് മുതലധികരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്, സുഖേട് മാറാൻ വേണ്ടി, മക്കള് കൂടുതൽ ഉണ്ടാകാന്, അവനിക്ക് ഹിദായത്തിന് വേണ്ടി ഒക്കെ ദ്വാരക്കലി ജായിസാണ്, പ്രശ്നം ഇല്ല. അതേപോലെ തന്നെ ഒരു കാഫിർ ദ്വാരക്കുമ്പോൾ അതിന് ആമീൻ ചെല്ലുകയും ചെയ്യാം. കാഫിറിനോട് നമുക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാനും പറയാം. അതൊന്നും തന്നെ തെറ്റില്ല എന്ന് ഇമാം കല്യൂബി തങ്ങൾ പറയുന്നുണ്ട്. ഗഫാറ്, ഇമാം നബി തങ്ങളുടെ അൽ ഗഫാറു എന്ന ആ കലിമത്ത് ശറഹ് ചെയ്തപ്പോഴാണ് ഇമാം കല്യൂബി തങ്ങൾ ഇത് പറയേണ്ടി വന്നത്. അവിടെയാണ് കല്യൂബി തങ്ങൾ അവിടത്തേക്ക് എത്തുന്നത്. ഇനി അവിടെ വേറൊരു വിഷയമുണ്ട്. കല്യൂബി തങ്ങളുടെ ഉസ്താദാണ് അമീറയാണ് ഇതിന്റെ താഴെയുള്ളത്. അവിടെ നോക്കിയ മക്കളെ, നിങ്ങൾ നോക്കുന്നുണ്ടാ? ഖൗലുശാരിഹി മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ഇമാം മഹല്ലി തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ഇമാം നബവി തങ്ങൾ എത്രേ പറഞ്ഞിട്ടുള്ളൂ? അൽ ഗഫാറൂനേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇമാം മഹല്ലി തങ്ങളാണ് എന്ത് ശറഹെടുത്തത്? മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ എന്ന് ശറഹെടുത്തത് ഇമാം മഹല്ലി തങ്ങളാണ്. ആ ലഫ്ദിനെ പറ്റിയാണ് അമീറ പറയുന്നത്. അമീറ കല്യൂബിന്റെ ഉസ്താദാണ്. അത് വേറെ കാര്യമാണ്. കല്യൂബിയുടെ ഉസ്താദാണ് അമീറ. കല്യൂബിന്റെ കിതാബ് മോളിലും അമീറിന്റെ ഇങ്ങനെ താഴെ എഴുതി അവൻ ചോദിക്കണ്ടേ? കാരണം അതിപ്പോ ഇമാം കല്യൂബി തങ്ങളല്ല ഈ കിതാബ് ഇവിടെ എഴുതിയത്. ഇമാം കല്യൂബി തങ്ങൾ ഒരു മുസ്തഖില്ല ശറഹ് എഴുതിയതാണ്. അതിൽ ഇമാം കല്യൂബി തങ്ങള് അമീറിന്റെ ശറഹ് താഴെ എഴുതിയിട്ടൊന്നുമില്ല. അത് നമ്മൾ കിതാബ് ഉണ്ടാക്കിയപ്പോ എന്തായി, ഹാമിഷില് ഇമാം മഹല്ലി തങ്ങളുടെയും ഇമാം നബി തങ്ങളുടെയും കിതാബ് കൊടുത്ത്, അതിന്റെ അകത്ത് ആദ്യം കല്യൂബി തങ്ങളത് കൊടുത്ത്, പിന്നെ അമീറത് കൊടുത്ത്. അത് നമ്മ ചെയ്ത പണിയാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ കൊണ്ടിപ്പോണ്ട. ഉസ്താദിന്റെ കിതാബിനേക്കാളും മുകളിലായില്ലേ തിൽമീദിന്റെ കിതാബ്? ആ കിതാബ് അതൊന്നും അങ്ങനെ ഇമാം കല്യൂബി തങ്ങൾ ചെയ്തതൊന്നും അല്ല. മസ്അല മനസ്സിലാക്കി. അവിടെ ഇമാം അമീറയും ഇമാം കല്യൂബി തങ്ങളും ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കണേ. ഇമാം അമീറ പറഞ്ഞ കേൾക്ക് താഴെ. യഖ്തദി അന്നൽ കാഫിറ ലാ യുഗ്ഫറ ലഹു ശൈഉൻ മിനൽ മാസി അസ്സായിദത്തി അലാ കുഫ്രിഹി. എതിരാണ്. അമീറ കല്യൂബിക്ക് എതിരാണ്. ഉസ്താദ് ശിഷ്യനെതിരാണ്. ശിഷ്യൻ ഉസ്താദിനും എതിരാണ്.
എന്താ അതിന്റെ അർത്ഥം? ഈ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് അത് തേടുന്നുണ്ട് കാഫിറിന് ഒരു മഅസിയത്തും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. കുഫറിനേക്കാളുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കൂന്നാണ് കല്യൂബി പറഞ്ഞത്. പക്ഷെ അമീറ പറയുന്നത് അതൊന്നും പുറത്തു കൊടുക്കൂല, ഒരു തെറ്റും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. കണ്ട, അമീറ പറഞ്ഞ കേട്ടില്ലേ? കുഫറിനേക്കാൾ അധികമുള്ള മറ്റു തെറ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ കള്ളുപിടിച്ചത്, നിസ്കരിച്ചത്, വ്യഭിചരിച്ചതും ഒക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കൂ. അതിനു വേണ്ടി ദ്വാരക്കാൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നവനെ പുറത്തു കൊടുക്കൂ എന്നാണ് കല്യൂബി പറഞ്ഞത്. അതിനു വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറ്റുമെന്നും. പക്ഷെ അമീറ പറയുന്നത് അത് പറ്റൂല, ഒന്നും പുറത്തു കൊടുക്കൂല. അപ്പൊ അമീറയുടെ മദ്ഹബ് അനുസരിച്ച് എന്ത് പറ്റൂല? അമീറ ഷെയ്ഖ് അമീറ മൂപ്പർ പറയുന്നു ഒന്നും പറ്റൂല, കാഫറിന് വേണ്ടി ദ്വാരക്കുകയും ചെയ്യേണ്ട, ശിദ്ധത്താണ് അദ്ദേഹത്തിന്റെ. അതും ചെയ്യാം. കൂട്ടിലങ്ങാടി ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൂട്ടിലങ്ങാടി ഉസ്താദിനോട് എന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഷയം ഞാൻ ഓർമ്മിക്കുന്നു. അന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വെടിയേറ്റ്, പ്രധാനമന്ത്രി മരിച്ചുപോയി. അതിന്റെ അടുത്ത വർഷം പ്രധാനമന്ത്രിയുടെ ആണ്ട് ആഘോഷിക്കുകയാണ്. പ്രധാനമന്ത്രി മരിച്ച ദിവസം, ഇന്ദിര മരിച്ച ദിവസം തൃക്കരിപ്പൂര് ടൗണില് ഒരു വലിയ പരിപാടി വെച്ച് അതിൽ സർവമത പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാരും അവിടെ കൂടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ദിരയുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാനും അതിനും ഇതിനുമൊക്കെ. ആ സമയത്ത് മുത്തഅല്ലിമീങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ പോയിട്ട് ഖുർആൻ ഓതാനും ദ്വാരക്കാനും കമ്മിറ്റിക്കാർ വന്നു. പ്രധാനപ്പെട്ട ഉത്തരവാദിപ്പെട്ട ആളുകൾ ഇപ്പോഴും ഞാൻ കന്യ അമ്മൂറിലേക്ക് ഷെയ്ഖുന കുട്ടിലങ്ങാടി ഉസ്താദിനോട് അവർ സംസാരിക്കുന്നത് ഞാനിവിടെ ഇരുന്നിട്ട് കാണുന്നത് പോലുണ്ട്. ഞാനിപ്പോൾ ശരിക്കും ആ മജ്‌ലിസ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്, ഓർമ്മിക്കുകയാണ്. ഉസ്താദിനോട് വന്നിട്ട് ഇവര് പറഞ്ഞു, മുത്തഅല്ലിമീങ്ങളെ വേറെ ഒരു ധാരാളം ദർസുകളുണ്ട് തൃക്കരിപ്പൂരിൽ. ഒരു ദർസിലും പോയിട്ട് ഉസ്താദുമാരും തന്നെ എന്തോ കാരണത്താൽ വിട്ടുകൊടുത്തില്ല. ഒന്നുകിൽ സബുക്ക് മുടക്കുന്നതും ഉണ്ടാകാം, മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. അങ്ങനെ കുട്ടിലങ്ങാടി ഉസ്താദിനടുത്ത് വന്നിട്ട് ചോദിച്ചു. ഉസ്താദ് ഇങ്ങനെ കമ്മിറ്റിക്കാരോട് പറയുകയാണ്, ഞാൻ ശരിക്കും കേൾക്കുന്നത് കല്യൂബി പറഞ്ഞതുപോലെ ഒരിക്കൽ പറയുന്നു, അമീറ പറഞ്ഞതുപോലെ മറ്റൊരിക്കൽ പറയുന്നു. ഉസ്താദിന്റെ ശൈലി അതാണ്. ഇഖ്തിലാഫുള്ള വിഷയങ്ങളാകുമ്പോൾ അത് രണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ദിര ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മരിച്ചിട്ടില്ല, ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം കല്യൂബിന്റെ അത് അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അമീറിന്റെയും പറഞ്ഞു, പിന്നെ കുറെ കല്യൂബിന്റെ പറഞ്ഞു. ഉസ്താദ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഉസ്താദിന്റെ ശൈലി അറിയുന്നവർക്ക് തിരിയും ഉസ്താദ് എന്താ പറയുന്നത്, അല്ലാത്തവർക്ക് പെട്ടെന്ന് തിരിയില്ല. ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഒന്നും ഉസ്താദ് പറയാനും പോവില്ല. സമസ്ത പറയുന്നതാണ് ഉസ്താദിന്റെ തീരുമാനം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നിൽക്കുന്ന ആളുകൾക്ക് സമയം വൈകി. അവരാണെങ്കിൽ അവിടെ ആളുകൾ വന്നിട്ട് കാത്തുനിൽക്കുന്നുണ്ട്, മുത്തഅല്ലിമീങ്ങളെ കൂട്ടാനാ വന്നത്. അപ്പൊ പോയിട്ടില്ലെങ്കിൽ അവിടെ വൈകുകയും ചെയ്യും. തുടങ്ങാറായി അവിടെ പരിപാടി. ഇവര് തങ്കയത്ത് ദർശലാവുള്ളത്. അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ് ഈ ദ്വാരക്കുന്ന പ്രാർത്ഥിക്കുന്ന സദസ്. കുറെ സമയം കഴിഞ്ഞ് ഇവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഉസ്താദ് എന്താ പറയുന്നത്. അപ്പൊ അവര് ഉസ്താദിനോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് പോയി. മുത്തഅല്ലിമീങ്ങളെ പോയിട്ട് കൂട്ടിയോ ഇല്ലെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഇല്ല. അടുത്തത് ഞങ്ങളുടെ സബുക്കാണ്. ഞങ്ങളെ മുല്ലാ ഹസൻ ഓതുന്ന സമയമാണ്. ഉസ്താദിന് സബുക്കിന് വന്നിരുന്നപ്പോ ഞങ്ങൾ ചോദിച്ചു, ഉസ്താദ് പറഞ്ഞത് എന്താ? ആ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമോ? ഉസ്താദ് പറഞ്ഞു, ഞാൻ കല്യൂബി പറഞ്ഞത് പറഞ്ഞ്, പിന്നെ അമീറ പറഞ്ഞത് പറഞ്ഞത്. അന്നാണ് കല്യൂബിന്റെയും അമീറിന്റെയും ഈ ഇബാറത്ത് ഞങ്ങൾ ശരിക്ക് അവിടെ മുല്ലാ ഹസൻ നിർത്തിവെച്ചിട്ട് മുല്ലാ ഹസൻ ഓതാനാ ഞങ്ങൾ പോയത്. ആ മുല്ലാ ഹസൻ അവിടെ നിർത്തിവെച്ചിട്ട് ഞങ്ങൾ കല്യൂബിന്റെ ഇബാറത്ത് വായിച്ചിട്ട് ഉസ്താദ് മയന പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞ് ഉസ്താദ് അവരൊന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു ഉസ്താദിനോട്, ആ വന്നവരിപ്പൊ എന്താ ചെയ്യാന്ന്? വന്നവരെന്താ ചെയ്യാന്നുള്ളത് ഞാനാ പറയേണ്ടത്. ഫിഖ്ഹിന്റെ മസ്അല ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു.
ആ പറഞ്ഞു കൊടുത്തിട്ട് കേട്ടിട്ട് അവർക്ക് എന്തായിരുന്നു മനസ്സിലായത്, അതനുസരിച്ച് അവരെ അമല് ചെയ്തോട്ടെ. അങ്ങനെ ഫിഖഹിന്റെ മസ്അലയിൽ ഇഖ്തിലാഫ് ഉണ്ടാവുമ്പോ അത് പറയാൻ വേണ്ടി പറ്റുന്നവരോട് പറയണം. അതാണല്ലോ ദീനി. ഞാനെങ്ങനെ പറഞ്ഞു കൊടുത്തു? ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്താ മുഅ്തമദാക്കേണ്ടത്, ഏതനുസരിച്ചാണ് ഞങ്ങളെ അമല് ചെയ്യേണ്ടത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയാം. ഏതായാലും ഇതൊരു ഇഖ്തിലാഫിയായ മസ്അലയാണ്. ആ മസ്അല മനസ്സിലാക്കാനാണ് റഹ്മുർ റബ്ബേ ശൈഖുനയോടൊപ്പം നീ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്താ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫിഖ്ഹ് വളരെ വളരെ പ്രായം ചെന്ന് 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഉസ്താദിന്റെ അടുത്ത് ഞങ്ങൾ ഓതുന്നത്. ആ പ്രായത്തിൽ കൂടി ഫിഖ്ഹിന്റെ ഒരു മസ്അല ചോദിച്ചാൽ അത് ഇന്ന കിതാബിൽ ഇന്ന പേജിൽ കിതാബിന്റെ വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇടതു ഭാഗത്ത് ഹാമിഷില് അല്ലെങ്കിൽ അകത്ത് എന്ന് കൃത്യമായ നിലക്ക് ഓർമ്മിച്ചു വെച്ച ഒരു മഹാനാണ് അദ്ദേഹം. പ്രായം ഇത്രയായിട്ടും ഓർമ്മക്കുറവുമില്ല, പഠിച്ചത് കൃത്യമായിട്ട് ഉസ്താദിന് ഓർമ്മയുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുന അവിടെ പറഞ്ഞത് ആദ്യം കല്യൂബിന്റെ ഇബാറത്ത്, പിന്നെ അമീറിന്റെ ഇബാറത്ത്. അമീറയും കല്യൂബയും അതിൽ ഇഖ്തിലാഫാണ്. അമീറ പറയുന്നു ശിർക്കല്ല, ഒന്നും തന്നെ പുറത്തു കൊടുക്കൂല. കല്യൂബി പറയുന്നു ശിർക്കല്ലാത്ത ബാക്കിയുള്ളത് അള്ളാഹു താല പുറത്തു കൊടുക്കും ഉദ്ദേശിച്ചവർക്ക്. അപ്പൊ അത് പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കുകയും ചെയ്യാ. പക്ഷെ ഇമാം നവവി തങ്ങൾ അമീറയുടെ പക്ഷത്താണ്. ഇമാം നവവി തങ്ങൾ അമീറയുടെ ഭാഗത്താണ്. ശിർക്കൊഴിച്ച് ബാക്കിയുള്ളതും അള്ളാഹു താല പുറത്തു കൊടുക്കൂല എന്നാണ് സിദ്ധത്തിന്റെയാണ്. അതുപോലെ തന്നെ ശാഫി മദ്ഹബിലെ പല ഉലമാക്കൾക്കും ഈ വിഷയത്തിൽ കല്യൂബിയോട് ചേർന്നവരുമുണ്ട്, അമീറയോടും ഇമാം നബവി തങ്ങളോടും ചേർന്നവരുമുണ്ട്, മറിച്ചുകൊണ്ട്. ഇപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഗഫാറിന്റെ മഅന മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നവൻ. അതാണ് ഇമാം മഹല്ലി തങ്ങൾ പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാം എന്ന് ഇമാം കല്യൂബി തങ്ങൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടി? അവർക്ക് ഹിദായത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, മുതലധികരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, മക്കൾ ഉണ്ടാകാൻ വേണ്ടി, അത്തരം ഈ ഭൗതികമായ കാര്യങ്ങൾക്കെല്ലാം അതിന് പുറമെ ഹിദായത്തിനും ദ്വാരക്കാം. കുഫ്രിയത്ത് അത് പുറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാരക്കരുത്. അതാണ് ഇമാം കല്യൂബി തങ്ങളുടെ മദ്ഹബ്. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, ബഹുമാനപ്പെട്ട മശായിഖമാർ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ കടത്തുക. ആമീൻ യാ റബ്ബൽ ആലമീൻ.